നിലവിൽ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള ഏതെങ്കിലും ബില്ല് എടുക്കുക. കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി ഉപയോഗിക്കുക. ഓരോ ബില്ലിനും കുറുകെ എഴുതുക: പണത്തിന് നന്ദി. നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബില്ല് അടയ്ക്കാനുള്ള പണത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. അപ്പം ഇതാണ് റോണ്ട ബെന്റെ മാന്ത്രികം എന്ന് പറഞ്ഞ ബുക്ക്. ഇതിൽ 28 ദിവസം നമ്മളെ ലൈഫിൽ നല്ല രീതിയിൽ ചേഞ്ച് വരുന്ന 28 ദിവസത്തെ പ്രാക്ടീസ് ഉണ്ട്. ഇതിലൊരു മാജിക് വേർഡ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം. അപ്പം ഇനിയും ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും വീഡിയോസ് വരാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ 2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എങ്ങനെ എഴുതാന്നുള്ളതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അതുപോലെ തന്നെ മാജിക് സ്റ്റോണിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അതും ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അത് കണ്ടതിന് ശേഷം, ഒന്നാമത്തെ ഭാഗം കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. താങ്ക് യു. നിങ്ങൾ ഓരോ ദിവസവും ജീവനോടെ ഇരിക്കുന്നതിൽ നിങ്ങൾ കൃതജ്ഞാലുവാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ വലിയ വില കൽപ്പിക്കുന്നില്ലേ? കൃതജ്ഞതയില്ലാതെ കാര്യങ്ങൾ നിസ്സാരമായി എടുത്താൽ പരാതികളും നിഷേധാത്മക ചിന്തകളും വാക്കുകളുമായിരിക്കും ഫലം. ആകർഷണ നിയമം അനുസരിച്ച് നിങ്ങൾ പരാതിപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരാതിപ്പെടാനുള്ള സംഭവങ്ങൾ കൂടുതലായി വന്നു ചേരും. മാന്ത്രിക പരിശീലനത്തിന്റെ 7ാമത്തെ ദിവസം, നിഷേധാത്മകതയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാന്ത്രിക വഴി. നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു എന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ചു വായിച്ച് നന്ദി 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 എന്ന് പറയുക. ഓരോന്നിലും കൃതജ്ഞത ഉൾക്കൊള്ളുക. നിങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നമോ വിപരീത സാഹചര്യമോ എടുക്കുക. പ്രതികൂല സാഹചര്യത്തിലും നന്ദി പറയാൻ തക്കവണ്ണമുള്ള 10 കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. പട്ടികയുടെ അവസാനം എഴുതുക: നന്ദി നന്ദി നന്ദി, കൃത്യമായ പരിഹാരത്തിന് നന്ദി. ഇന്നൊരു ദിവസത്തേക്ക് മാത്രം നിഷേധാത്മകമായ ഒരു കാര്യം പോലും പറയാതിരിക്കാൻ നോക്കുക. നിഷേധാത്മകമായ ചിന്തകളോ സംസാരമോ നിങ്ങളിൽ രൂപം കൊള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടാലുടൻ മാന്ത്രിക ജീവരേഖ ഉപയോഗിക്കുക. ചിന്തകൾ പെട്ടെന്ന് തന്നെ നിർത്തുക. മാന്ത്രിക ജീവരേഖ ഇപ്രകാരമാണ്: ഞാൻ യഥാർത്ഥത്തിൽ എന്തിനാണോ നന്ദിയുള്ളത് ആ നന്ദി പറയുക. എന്ത് കാര്യത്തിനാണോ നിങ്ങൾക്ക് നന്ദിയുള്ളത് അതിൽ ഞാൻ നന്ദിയുള്ളവനാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു കയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ച് ഇന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി എന്ന മാന്ത്രിക വാക്കുകൾ ഉരുവിടുക. ഭക്ഷണമില്ലെങ്കിൽ നമ്മൾ എവിടെയായിരുന്നേനെ? നമ്മൾ എന്തായാലും ഇവിടെ ഉണ്ടാകില്ല. നമ്മുടെ കുടുംബമോ സുഹൃത്തുക്കളോ ആരും തന്നെ ഇവിടെ ഉണ്ടാകില്ല. നമുക്ക് ഇന്നും നാളെയും ഒന്നും ഉണ്ടാകില്ല. എന്നാൽ നമ്മൾ ഇപ്പോൾ ഈ മനോഹരമായ ഭൂമിയിൽ ഒരുമിച്ച് എല്ലാ വെല്ലുവിളികളോടെയും സന്തോഷത്തോടെയും ആയിരിക്കുന്നുവെങ്കിൽ അതിനു കാരണം പ്രകൃതിയുടെ ദാനങ്ങളായ ഭക്ഷണവും വെള്ളവും ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് ലളിതവും മാന്ത്രികവുമായ നന്ദി എന്ന വാക്ക് ഉച്ചരിക്കുന്നത് ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും അത്ഭുതത്തിനുള്ള അംഗീകാരവും കൃതജ്ഞതയർപ്പിക്കലുമാണ്. കൃതജ്ഞത കൂടുതലായി അനുഭവവേദ്യമാക്കാൻ ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. നന്ദി എന്ന മാന്ത്രിക വാക്ക് ഉച്ചരിക്കുന്നതിനൊപ്പം ഞാൻ കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങൾക്ക് മുകളിലായി കൈവീശും. ഇവ ശുദ്ധമാക്കുന്ന ഒരു മാന്ത്രിക പൊടി വിതറുന്ന പോലെ. ഭക്ഷണപാനീയങ്ങൾ ശുദ്ധമാക്കുന്നതായി സങ്കല്പിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കൃതജ്ഞത ഒരു മാന്ത്രിക ചേരുവയായി എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ഈ ചേരുവ ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ ഫലപ്രദമായ മറ്റൊന്ന് സങ്കല്പിക്കാം. നിങ്ങളുടെ കയ്യിൽ മാന്ത്രികപ്പൊടി കുലുക്കി വിതറാനുള്ള സംവിധാനമുണ്ടെന്ന് സങ്കല്പിച്ച് നിങ്ങൾ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും മുൻപായി ഈ മാന്ത്രിക പൊടി ഭക്ഷണപാനീയങ്ങളിൽ വിതറുക. മാന്ത്രിക പരിശീലനത്തിന്റെ 8ാമത്തെ ദിവസം, മാന്ത്രിക ചേരുവ. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നുവെന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ച് വായിച്ച് ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ
നന്ദി, നന്ദി, നന്ദി എന്ന് പറയുക. നിങ്ങൾക്ക് കഴിയുന്നത്ര ആത്മാർത്ഥമായി ആ അനുഗ്രഹത്തെ നന്ദിയോടെ ഉൾക്കൊള്ളുക. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നതിനും കുടിക്കുന്നതിനും മുൻപ് അതിലേക്ക് ഒരു നിമിഷം നോക്കി നിങ്ങളുടെ മനസ്സിലോ ഉറക്കെയോ മാന്ത്രിക വാക്കായ നന്ദി ഉരുവിടുക. ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങളിൽ മാന്ത്രിക പൊടി വിതറാവുന്നതാണ്. ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു കയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ച് ഇന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി എന്ന മാന്ത്രിക വാക്ക് ഉരുവിടുക. നിങ്ങൾക്ക് ആവശ്യത്തിന് പണമില്ലെങ്കിൽ ബില്ലുകൾ അടയ്ക്കുന്നത് അങ്ങേയറ്റം പ്രയാസകരമായിരിക്കും. അടയ്ക്കാനുള്ള പണത്തെക്കാളേറെ ബില്ലുകൾ വരുന്നതായി കാണാം. എന്നാൽ ഈ ബില്ലുകളെ പറ്റി നിങ്ങൾ പരാതിപ്പെട്ടാൽ നിങ്ങൾ പണത്തെക്കുറിച്ച് പരാതിപ്പെടുകയാണ്. പരാതി നിങ്ങളെ ദാരിദ്ര്യത്തിൽ തന്നെ നിലനിർത്തും. നിങ്ങൾക്ക് ആവശ്യത്തിന് പണമില്ലെങ്കിൽ നിങ്ങൾ അവസാനമായി ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ബില്ലുകൾക്ക് കൃതജ്ഞതയുള്ളവരാകുക എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പണം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ചെയ്യേണ്ടതും അതുതന്നെയാണ്. നിങ്ങൾ ഫോൺ, ഇന്റർനെറ്റ് ബില്ലുകൾ അടയ്ക്കുമ്പോൾ സങ്കല്പിച്ചു നോക്കൂ, ഇതൊന്നും ഇല്ലായിരുന്നെങ്കിലെന്ന്. ഈ സേവനങ്ങളെല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിലാണ്. അതിന് ഈ സേവനത്തിനായി നമുക്ക് നന്ദി പറയാം. മാന്ത്രിക പരിശീലനത്തിന്റെ 9ാമത്തെ ദിവസം, ധനകാന്തം. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നതെന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ചു വായിക്കുക. ഓരോ അനുഗ്രഹത്തിന്റെയും അവസാനം നന്ദി, നന്ദി, നന്ദി എന്ന് എഴുതുക. നിങ്ങൾക്ക് കഴിയുന്നത്ര ആഴത്തിൽ അത് ഉൾക്കൊള്ളുക. നിലവിൽ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള ഏതെങ്കിലും ബില്ലെടുക്കുക. കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പ്രയോഗിക്കുക. ഓരോ ബില്ലിനും കുറുകെ എഴുതുക, പണത്തിന് നന്ദി. നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബില്ലടയ്ക്കാനുള്ള പണത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. നിങ്ങളുടെ മുൻകാലങ്ങളിൽ അടച്ച 10 ബില്ലുകൾ എടുക്കുക. ഓരോ ബില്ലിനും കുറുകെ മാന്ത്രിക വാക്കുകളായ നന്ദി, അടച്ചു എന്ന് എഴുതുക. ബില്ലടയ്ക്കാനുള്ള പണം നിങ്ങൾക്കുണ്ടായി എന്ന് അങ്ങേയറ്റം കൃതജ്ഞതയോടെ ഓർക്കുക. നിങ്ങൾ ഉറങ്ങാൻ പോകും മുൻപ് മാന്ത്രിക കല്ല് കയ്യിലെടുത്ത് അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക. കൃതജ്ഞത ഒരു ശക്തമായ ഊർജ കലവറയാണ്. കൃതജ്ഞതയുടെ ഊർജം തിളങ്ങുന്ന മാന്ത്രിക പൊടി പോലെയാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ സ്വീകരിച്ച എന്തിന്റെയെങ്കിലും പേരിൽ ആർക്കെങ്കിലും നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ തിളങ്ങുന്ന മാന്ത്രിക പൊടി അവരുടെ മേൽ വിതറുകയാണ്. നിങ്ങൾ ഒരു കഫേയിലോ റെസ്റ്റോറന്റിലോ ഇരിക്കുമ്പോൾ ഭക്ഷണം വിളമ്പുന്ന ഓരോരുത്തർക്കും മനസ്സിൽ നന്ദി പറഞ്ഞ് മാന്ത്രിക പൊടി വിതറുക. അതിപ്പോൾ മേശ വൃത്തിയാക്കുന്ന ആളായാലും മെനു നൽകുന്നതോ ഓർഡർ എടുക്കുന്നയാളോ വെള്ളം ഗ്ലാസ്സിൽ നിറക്കുന്നയാളോ ഭക്ഷണം വിളമ്പുന്നതോ ബില്ല് നൽകുന്നതോ ആരായാലും ഓരോ തവണയും നന്ദി പറയാൻ ഓർക്കുക. നിങ്ങൾ ഒരു റെസ്റ്റോറന്റിലോ സൂപ്പർ മാർക്കറ്റിലോ പോയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിക്കുന്നയാൾക്കും പലവ്യഞ്ജനങ്ങൾ പൊതിഞ്ഞു നൽകുന്നയാൾക്കും നന്ദി എന്ന് പറഞ്ഞ് മാന്ത്രിക പൊടി വിതറുക. മാന്ത്രിക പരിശീലനത്തിന്റെ 10ാമത്തെ ദിവസം, എല്ലാവർക്കും മാന്ത്രിക ധൂളി. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. നിങ്ങൾ എന്തുകൊണ്ട് കൃതജ്ഞത ഉള്ളവനായിരിക്കുന്നുവെന്ന് എഴുതുക. പട്ടിക വീണ്ടും വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും ഒടുവിലായി നന്ദി, നന്ദി, നന്ദി എന്നെഴുതുക. ആ അനുഗ്രഹത്തിന്മേൽ കഴിയാവുന്നത്ര കൃതജ്ഞത ഉൾക്കൊള്ളുക. ഇന്ന് നിങ്ങൾക്ക് ഗുണകരമായ സേവനം ചെയ്ത 10 പേർക്കുമേൽ മാന്ത്രിക ധൂളി വിതറുക. നേരിട്ടോ മനസ്സുകൊണ്ടോ അവരുടെ സേവനത്തിന് നന്ദി പറയുക. അവരോടും അവർ ചെയ്ത സേവനത്തോടും അത്യധികം നന്ദി പ്രകാശിപ്പിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ച് അന്നേ ദിനം നിങ്ങൾക്കുണ്ടായ ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി പറയുക. നിങ്ങളുടെ 11ാം ദിനത്തിന്റെ പരിശീലനം ഉറക്കമുണരുമ്പോൾ തന്നെ ആരംഭിക്കുന്നു എന്നതിനാൽ നാളത്തെ പരിശീലനം ഇന്നു തന്നെ
കേട്ട് മനസ്സിലാക്കുക. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് സ്നേഹിക്കാനും ആനന്ദിക്കാനും ചിന്തിക്കാനുമായി ജീവനോടെ ഇരിക്കുന്നുവെന്ന ആനുകൂല്യത്തെക്കുറിച്ച്. ഓരോ പ്രഭാതവും നന്ദി പറയാനുള്ള അവസരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങളുടെ അധിക സമയം അപഹരിക്കുകയോ കാലതാമസം വരുത്തുകയോ ചെയ്യുന്നില്ല. എന്തെന്നാൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ സ്വാഭാവികമായി നിങ്ങൾക്ക് ഇതും ചെയ്യാവുന്നതാണ്. പ്രഭാതത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്നത് കൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. എന്തെന്നാൽ നിങ്ങളുടെ ദിനചര്യകളോടൊപ്പം സ്വയം അറിയാതെ തന്നെ നിഷേധാത്മക ചിന്തകളിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ ഉപദ്രവിക്കുന്നത് കൃതജ്ഞത അർപ്പിക്കുന്നതിലൂടെ ഒഴിവാകും. നന്ദി അർപ്പിക്കാനുള്ള കാരണങ്ങളിൽ മനസ്സ് കേന്ദ്രീകൃതമായിരിക്കുമ്പോൾ നിഷേധാത്മക ചിന്തകൾക്ക് സ്ഥാനമുണ്ടാകില്ല. ഈ പരിശീലനത്തിന് ശേഷം നിങ്ങൾ കൂടുതൽ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാകും നിങ്ങളുടെ ദിനചര്യ തുടരുക. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ മാന്ത്രികത സംഭവിക്കുന്നത് കാണാനാകും. ഇന്ന് നിങ്ങൾ പുതിയ ദിവസത്തിലേക്ക് ഉണരുമ്പോൾ നിങ്ങൾ ഒന്ന് അനങ്ങുന്നതിനോ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനോ മുൻപ് നന്ദി എന്ന മാന്ത്രിക വാക്ക് പറയുക. നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന് നന്ദി പറയുക. ജീവിതത്തിൽ ഒരു ദിനം കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഒരു ദാനമാണ്. ഓരോ ദിനവും ദാനമാണ്. നിങ്ങൾ ഇതേപറ്റി ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ മറ്റൊരു ദിനം കൂടി ലഭിച്ചതിന് പ്രഭാതത്തിൽ നന്ദി പറയാതിരിക്കുന്നത് ആലോചിക്കാൻ കൂടി കഴിയില്ല. നിങ്ങൾ ഡ്രസ്സ് ധരിക്കുമ്പോൾ ചിന്തിക്കുക, നിങ്ങൾക്കിടാനും തെരഞ്ഞെടുക്കാനുമായി വസ്ത്രങ്ങൾ ഉള്ളത് എത്ര ഭാഗ്യമാണ്. നന്ദി. നിങ്ങൾ ഒരു ദിവസം ധരിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ എത്ര ആളുകളായിരിക്കും പ്രയത്നിച്ചിരിക്കുക എന്ന് ചിന്തിക്കൂ. ഈ ഗ്രഹത്തിലെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വസ്ത്രങ്ങളായിരിക്കും നിങ്ങൾ ഒരു ദിവസം ധരിക്കാൻ സാധ്യത. എല്ലാവർക്കും നന്ദി. മാന്ത്രിക പരിശീലനത്തിന്റെ 11ാമത്തെ ദിവസം, ഒരു മാന്ത്രിക പ്രഭാതം. പുതിയ ദിവസത്തിലേക്ക് നിങ്ങൾ ഉണരുമ്പോൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നന്ദി എന്ന മാന്ത്രിക വാക്ക് പറയുക. നിങ്ങൾ കണ്ണുകൾ തുറക്കുന്ന നിമിഷം മുതൽ ഡ്രസ്സ് ചെയ്ത് തയ്യാറാകുന്നത് വരെ നിങ്ങൾ തൊടുന്നതും ഉപയോഗിക്കുന്നതുമായ എല്ലാത്തിനും നന്ദി എന്ന മാന്ത്രിക വാക്ക് മനസ്സിൽ ഉരുവിടുക. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് കൃതജ്ഞാലുവായിരിക്കുന്നുവെന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ചു വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് ഉരുവിടുക. ആ അനുഗ്രഹത്തിന് അങ്ങേയറ്റം ഉൾക്കൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ച് ഈ ദിനം നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് നന്ദി പറയുക.